പ്രതിപക്ഷം എപ്പോഴും പല്ല്. നിങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷം എടുക്കാത്ത നാണയമായി മാറിയില്ലേ? യഥാർത്ഥത്തിൽ ഏതെല്ലാം കാര്യത്തിൽ കോടതി പോയിട്ട് തിരിച്ചടി വാങ്ങിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത്രയേറെ കോടതിയിൽ നിന്ന് അടി വാങ്ങിയ ഒരു പ്രതിപക്ഷം കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഒന്നിനു പുറകെ ഒന്നായി ഓരോന്നും വിട്ടുപോക്കോളാൻ പറഞ്ഞിരുന്നില്ല കോടതി. യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തിന് നല്ല അഭിപ്രായം കോടതിയിൽ നിന്ന് വാങ്ങിത്തന്ന പ്രതിപക്ഷത്തോട് നന്ദി പറയാതെ ഭരണപക്ഷം ചെയ്യേണ്ടത്. ഇല്ല, അതൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ ഈ കാര്യത്തിൽ പറഞ്ഞ ഇല്ലില്ല, നിങ്ങൾ അങ്ങനെ ഒന്നും വ്യാഖ്യാനിക്കേണ്ട. 2007 തന്നെ ഈ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പറയാം. സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചാൽ അതിന് എതിരെ വർത്തമാനം പറയാൻ നമുക്ക് അവകാശമുണ്ടോ? രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ ഒരു വിധിയാണ്. ആ വിധി ഉണ്ടാക്കിയതാരാ? BJPയുടെ ഡൽഹിയിലെ വനിതകളായിട്ടുള്ള വക്കീലന്മാർ. അവരെന്നിട്ട് ഇതിനകത്ത് ഒളിച്ചു കളിക്കുകയല്ലേ? അവരല്ലേ ഇതിനു വേണ്ടി നിൽക്കുന്നത്? അവരെന്നിട്ട് ഇവിടെ വന്നിട്ട് മറ്റൊരു വേഷം കിട്ടും അവിടെ. അതെ മോനെ, ഈ കാര്യം മനസ്സിലാക്കേണ്ട. അന്ന് ഈ കാര്യത്തിൽ വിധി ഉണ്ടാക്കാൻ ശ്രമിച്ചത് BJP ആണ്. BJPയുടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അഡ്വക്കേറ്റ്സാണ് സുപ്രീം കോടതി കേസ് കൊടുത്ത് ഇത്ര വിധി സമ്പാദിച്ചത്. അതിന് ജന്മഭൂമി അടക്കമുള്ള പത്രം പറഞ്ഞ ചരിത്രപരമായ വിധി എന്നാണ്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ നേൽമേർ കീഴ്വേർ മറിഞ്ഞു. ഞങ്ങൾ ആ കാര്യത്തിൽ സുപ്രീം കോടതി വിധി മാനിക്കുന്നു എന്നാണെന്ന് പറഞ്ഞത്. അതേസമയത്ത് ഞങ്ങൾ കൊടുത്ത അഫിഡവിറ്റിൽ 2007 കൃത്യമായി ഇത് തീരുമാനിക്കേണ്ടത് ആചാര്യകാര്യങ്ങളിൽ പാണ്ഡിത്യമുള്ളവരും സാമൂഹ്യ ശക്തികളുള്ള ഉന്നത സമിതിയാണെന്ന് ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞങ്ങൾ അന്നും ഇന്നും ഇക്കാര്യത്തിൽ വിശ്വാസികളോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത്. ഇപ്പം ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത് വിശ്വാസികളോടൊപ്പമാണ്. NSS നിലപാടിനോടൊപ്പം വിശ്വാസികൾക്കൊപ്പമാണ്. അത് തന്നെ. വിശ്വാസ സമൂഹത്തോടും പൊതുജനങ്ങളോടും സർക്കാരും ഇടതുപക്ഷവും മാപ്പ് പറയണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇപ്പോൾ ഉള്ളൊരു നിലപാട് മാറ്റം അത് പ്രതിപക്ഷമാണ് പറയേണ്ടത്. ഞങ്ങൾ മാപ്പ് പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാ കാര്യങ്ങളിലും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുത്ത് കോടതി സുപ്രീം കോടതി വരെ പോയല്ലോ ഇവർ പല കാര്യങ്ങളുമായിട്ട്. സംസ്ഥാന ഗവൺമെന്റിനായിട്ട് എത്ര കേസുമായിട്ട് പോയതിലെല്ലാം തിരിച്ചടി നേരിട്ട് എല്ലാത്തിലും ഗവൺമെന്റ് അനുകൂലമായി കോടതി വിധി വന്നില്ലേ? ഇങ്ങനൊരു കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ഈ ഗവൺമെന്റ് ഐശ്വര്യം ചില ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുന്നുണ്ട്. ഈ ഗവൺമെന്റ് ഐശ്വര്യം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ കോടതി സമീപനമാണ്. വളരെ വാശിയോടുകൂടി യുവതികളെ ശബരിമലയിലേക്ക് കയറ്റിയ ശ്രമം സർക്കാർ നടത്തി എന്നൊരു ആരോപണം. സർക്കാർ എങ്ങനെ നടത്തിയിട്ടില്ല. അത് നിങ്ങൾ പേർക്കും തെറ്റാണ്. ആദ്യം സ്വാഗതം ചെയ്തായിരുന്നു, പിന്നീടാണ് മാറ്റങ്ങൾ വന്നത്. അല്ല, അത് അദ്ദേഹത്തിന്റെ ഒരു പോകാനുള്ള മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. പാർട്ടിക്ക് ഒരാശങ്കയില്ല. പാർട്ടി ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാടുമായി പാർട്ടി മുന്നോട്ട് പോകും. വ്യക്തിയല്ല പാർട്ടി. ഈ പാർട്ടിക്കും ഉപരിയായിട്ട് ആരുമില്ല. പാർട്ടിക്ക് ഉപരിയായിട്ട് ആകെയുള്ള രക്തസാക്ഷികളാണ്. ആ രക്തസാക്ഷികൾ ഈ പാർട്ടിക്ക് മേധയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയാണ്. പാർട്ടിക്ക് വിധേയനാണ് ഞങ്ങളെല്ലാം. അതിന് അതീതനായിട്ട് ആരുമില്ല. ഒരു ചലനം ഉണ്ടാക്കില്ല.